എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇൻ പേഴ്സൺ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആണെങ്കിലും ഭയങ്കര നല്ലതാണ്. ഇഷ്ടപ്പെട്ടു, നല്ല പടമാണ്. LGP ഒരു തിരിച്ചുവരവാണ്. പടം സൂപ്പർ പടം, എല്ലാം കൊള്ളാം, ഡയറക്ഷൻ കൊള്ളാം. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. പിന്നെ നമുക്ക് ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ക്ലാസ് മൂവി ആയിട്ടാണ് തോന്നിയത്, ഒരു മാസ് മൂവി ആയിട്ട് തോന്നിയില്ല. അതിന്റെ മേക്കിംഗ് ആണ് സൂപ്പർ. നല്ല ഫ്രെയിംസ് ഉണ്ടായിരുന്നു. പ്രശ്നമാണോ എന്ന് അറിയില്ല, എനിക്ക് കഥയും മനസ്സിലായില്ല. പറഞ്ഞ ഹൈപ്പിനുള്ള ഒന്നും തന്നെ. എന്തായാലും സീൻ പടമാണ്. രണ്ടും കൂടെ ചേർന്നിട്ട് എന്ന് പറയണം. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു ക്ലാസ് പോയിട്ട് പിന്നെ അങ്ങോട്ട് ഒരു മാസ്, പിന്നെ ഒരു നല്ല രസമുണ്ട്. ക്ലൈമാക്സ് ഒക്കെ വളരെ രസമാണ്. അതിന്റെ ഫ്രെയിമും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് മാത്രം മനസ്സിലായി. ആക്ടിംഗ് വൈസ് ഞാൻ ഒന്നും പറയുന്നില്ല, നല്ലതാണ്, സൂപ്പറാണ്. നല്ല കുറെ ക്യാമറ ഫ്രെയിംസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് ഐ ഡോണ്ട് നോ, ഭയങ്കര നല്ല രസമുണ്ട്. ലിജോ ജോസ് പുള്ളിശ്ശേരിയുടെ അടിപൊളി പടം, അഭിനയൊക്കെ കൊള്ളാം. അതുപോലത്തെ ഒരു അവസ്ഥയൊക്കെയാ. വൺ ടൈം അയ്യോ ഭയങ്കരമായിട്ട്. ബിക്കോസ് പ്രതീക്ഷ എന്ന് വെച്ചാൽ ആ പറഞ്ഞ, അതായത് പൂരപ്പറമ്പാക്കാൻ പോകുന്ന സീൻസ് ആണ്, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. ഇൻഫാക്ട് തിയേറ്റർ വാസ് കംപ്ലീറ്റ്ലി സൈലന്റ്. ലാലേട്ടനെ കാണാൻ നേര് കഴിഞ്ഞിട്ട് ഒരു നല്ല തിരിച്ചുവരവാനാണ്. ഞാൻ കണ്ടതിൽ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പടമാണ് ഇത്. കണ്ടിരിക്കാൻ നല്ല രസം, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ അറിയില്ല. കൊച്ചാണ്, വെറുതെ ടൈം പാസിന് കാണാം എന്നല്ലാതെ മേ ബി ഞാൻ എടുക്കേണ്ടതുപോലെ എടുത്താൽ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുമായിരിക്കാം. ആ ഒരു ഹൈപ്പിനുള്ള ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് ആക്ടിംഗ് വൈസ് അല്ല ഞാൻ പറയുന്നത്, സ്ക്രിപ്റ്റ് വൈസ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മനസ്സിലായില്ല. മൈറ്റ് ബി ഞാനൊരു ഇന്റലക്ച്വൽ ആയിട്ട് ആലോചിക്കാത്ത ഒരു കുട്ടി ആയതുകൊണ്ടായിരിക്കും എനിക്കത് മനസ്സിലായില്ല. മൈറ്റ് ബി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്ക് ഇൻ പേഴ്സൺ ഇഷ്ടമായില്ല. ഇഷ്ടപ്പെട്ടു, സൂപ്പർ. ഭയങ്കര സ്ലോ ആയിട്ട് തുടങ്ങുന്നേ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. കാണാനാണേലും നമ്മൾ തിയേറ്ററിൽ മോഹൻലാലിനെ വാച്ച് ചെയ്യാനും ആ ഒരു ലുക്കിൽ ഗെറ്റപ്പിൽ ഭയങ്കര നല്ല രസമാണ്. ഇപ്പൊ ത്രില്ലർ ഒന്നും അല്ല. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എനിക്ക് കഥ മനസ്സിലായില്ല. ആദ്യം നല്ല ലാഗൊക്കെ തോന്നും, പിന്നെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴും ചിലപ്പോ സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഹൈയിലോട്ട് കയറും. ഇതിന്റെ സ്റ്റോറി എന്താണെന്ന് അറിയാൻ പറ്റുമായിരിക്കും. ഭയങ്കര രസം, കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഇല്ല, ക്ലൈമാക്സ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ട് തോന്നിയില്ല. ഇഷ്ടപ്പെട്ടു പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു പടം.